നക്ഷത്ര, നീ കരയാതെ അവര് വന്ന് കണ്ട് ഒരു ചായയും കുടിച്ചു പോകട്ടെ. വേണിയുടെ കൈകൾ തോളിൽ അമർന്നു. എന്നാലും ആദിയേട്ടൻ ഇന്നലെ കൂടി പറഞ്ഞതാ വെച്ച് താമസിപ്പിക്കാതെ പറയാൻ. എല്ലാം എൻ്റെ തെറ്റാ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യാ? എൻ്റെ പെണ്ണെ, ഇന്ന് തന്നെ ആ ചെക്കൻ നിന്നെ കല്യാണം കഴിക്കില്ല. കൂടിപ്പോയാൽ 1 മാസം നമുക്ക് ശരിയാക്കാം. തോളിൽ അമർന്ന വേണിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പ വാക്ക് കൊടുത്താൽ ഇഷ്ടമല്ലേൽ പോലും എനിക്ക് അയാളെ കല്യാണം കഴിക്കേണ്ടി വരും. എൻ്റെ അപ്പയെ വേദനിപ്പിക്കാൻ കഴിയില്ല. വേണി നക്ഷത്രയുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. അപ്പോ ആ ചേട്ടനെ നീ നൈസായി തേക്കും എന്നർത്ഥം. പാവം കിട്ടും നക്ഷത്ര നിനക്ക്. ദേഷ്യത്തോടെ വേണി പറയുമ്പോൾ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. എനിക്ക് അപ്പയും വേണം, ആദ്യേട്ടനും വേണം. വേണിയുടെ കൈകൾ അവളുടെ തലമുടിയെ തഴുകി. 2 പേരെയും നിനക്ക് കിട്ടും. ഞാനില്ലേ പെണ്ണെ? നമുക്ക് ഇന്ന് വരുന്ന ചെക്കനെ കണ്ടം വഴി ഓട്ടിക്കാം. അയ്യോ അത് വേണ്ട, അപ്പ അറിഞ്ഞാൽ. ഏയ്, ആരും അറിയില്ല, ഞാൻ നോക്കിക്കോളാം. ഇപ്പോ എൻ്റെ സുന്ദരി കുട്ടി, ഈ മുഖമൊന്ന് കഴുകിവാ. നക്ഷത്ര, പിന്നീടി നീ ഒരു കാര്യം പറഞ്ഞില്ലേ? ഇന്നലെ കൂടി ആദ്യേട്ടൻ പറഞ്ഞു എന്ന്. അച്ഛൻ്റെ ഫോണിൽ നിങ്ങൾ സംസാരിക്കാറുണ്ടോ? മെടഞ്ഞിട്ട തലമുടിയിൽ മുല്ലപ്പൂമാല വയ്ക്കുമ്പോൾ വേണി ചോദിച്ചു. ഫോണിലല്ല. അവൾ ചിരിയോടെ നിന്നു. പിന്നെ നേരിട്ട് എങ്ങനെ? വെപ്രാളത്തിൽ പൂ തലയിൽ പിൻ ചെയ്ത് നക്ഷത്രയ്ക്ക് മുന്നിലായി നിന്നു. ചിരിക്കാതെ പറയൂ പെണ്ണെ. അത് ഇന്നലെ ക്ഷേത്രത്തിൽ വന്നിരുന്നു. എല്ലാം പറയുമ്പോൾ വേണി മിഴിഞ്ഞ കണ്ണോടെ കട്ടിലിരുന്നു. എൻ്റെ ശിവനെ, അപ്പോ അനുഗ്രഹം വരെ വാങ്ങി. ഇനി നീ പേടിക്കണ്ട പെണ്ണെ. ആ ചേട്ടൻ നിന്നെയും കൊണ്ടേ പോകൂ. പുള്ളിക്കാരന് ഈ നാച്ചുവിനെ അസ്ഥിക്ക് പിടിച്ച മട്ടാണ്. അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. നക്ഷത്രയുടെ ഇരുതോളിലും കൈകൾ വെച്ചു. നക്ഷത്ര, ഇനി നീ സന്തോഷത്തോടെ ജീവിക്കും. ആ കാലനെ പേടിച്ച് ഉറങ്ങിയ രാത്രികളും ഒറ്റയ്ക്കിരിക്കാൻ പേടിച്ച പകലുകളും ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്നു കളഞ്ഞേക്ക്. ആദ്യേട്ടൻ്റെ ഒപ്പമുള്ള നിമിഷങ്ങളിൽ ഞാൻ എല്ലാം മറക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ ആ സ്നേഹച്ചൂട് നഷ്ടമാകുമ്പോൾ മറന്നതെല്ലാം തിരികെ വരുവാ. അതിനാ പറഞ്ഞത് ആ ചേട്ടൻ അച്ഛനെ വന്ന് കാണട്ടെ. ഇനി നീ തടസ്സം പറയരുത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടണം. മോളെ, ഒരുങ്ങിയോ? വാതിലിൽ പതിയെ തട്ടി വാര്യര് ചോദിച്ചു. ആച്ചേ, കഴിഞ്ഞു. വേണി പോയി വാതിൽ തുറന്നു. പിങ്ക് ധാവണിയിൽ സുന്ദരിയായി നിൽക്കുന്ന മകളെ നോക്കി ചിരിച്ചു. പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട്? എന്നാലും പെൺകുട്ടികൾ പൊട്ടുവെക്കണം. അപ്പയ്ക്ക് അത് നിർബന്ധ. ഒഴിഞ്ഞു കിടക്കുന്ന നെറ്റിയിൽ ഒരു കുഞ്ഞ് പൊട്ടുകൂടി വെച്ചു കൊടുത്തു. വളർന്നു പോയി എൻ്റെ മോള്. പിടയ്ക്കുന്ന ഒരച്ഛൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ. പിന്നെ വളരാതെ 18 വയസ്സായച്ചേ. നക്ഷത്രയുടേത് കഴിഞ്ഞാൽ ഉടനെ എനിക്കൊരു ചെക്കനെ നോക്കണം. ആ അച്ഛൻ്റെ വേദനയ്ക്ക് മരുന്ന് പകർന്ന വേണിയുടെ സംസാരം. അയാൾ ചിരിച്ചു. തിരിഞ്ഞ് അവളെ നോക്കി. എൻ്റെ പൊന്നുമോൾക്ക് ഇപ്പോഴൊന്നും വേണ്ട. നാച്ചുവിൻ്റെ അവസ്ഥയല്ലല്ലോ എൻ്റെ കുട്ടിക്ക്. ഇരു സൈഡിലായി 2 പേരെയും ചേർത്ത് പിടിച്ചു. ഈ 2 സാധനങ്ങളും എന്ത് കൈവശമാണോ കൊടുത്തത്? സ്നേഹം വഴിഞ്ഞൊഴുകുക. വാതിൽ പടിക്ക് പുറത്ത് എല്ലാം കണ്ടു നിന്ന നേത്ര ദേഷ്യത്തോടെ പിറുപിറുത്തു. ഹാളിലിരുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ അടുക്കളയിൽ നിന്ന വനജ പുറത്തേക്ക് വന്നു. ഈ മാഷിന് ചെവിയും കേട്ടൂടെ? മാഷേ, ഫോണും പിടിച്ച് പുറത്തേക്കിറങ്ങി ഉറക്കെ വിളിച്ചു. എന്താടി, എന്തിനാ വിളിച്ചു കൂവുന്നത്? പിന്നാമ്പുറത്ത് നിന്ന് തൂമ്പയും കാലിൽ പറ്റിയ മണ്ണും കഴുകി തിരിഞ്ഞ് മാഷ് ചോദിച്ചു. ദേ, വാര്യര് വിളിച്ച് ബെല്ല് നിന്നു. ഇനി ആ പെണ്ണ് നേത്രയുമായി കൊമ്പ് കോർത്ത് കാണൂ. വേവലാതിയോടെ നിൽക്കുന്ന ഭാര്യയെ നോക്കി ചിരിച്ചുകൊണ്ട് തോളിൽ കിടന്ന തോർത്തിൽ കയ്യിലെ നനവ് തുടച്ചു. ഫോൺ വാങ്ങി. എന്താ വാര്യരെ, അവര് വന്ന് മടങ്ങിയോ? എന്തു പറഞ്ഞു? വേണു, സമയം ഇത്രയും കഴിഞ്ഞു. അവര് ഇതേവരെ വന്നില്ല. ഇന്നലെ എന്നെ വിളിച്ച നമ്പറിൽ ഞാൻ വിളിച്ചതാ. റിങ് ഉണ്ട്, കോൾ എടുക്കുന്നില്ല. വെപ്രാളത്തോടെയുള്ള വാര്യരുടെ സ്വരം. മാഷിൻ്റെ മുഖം ചുളിഞ്ഞു. സമാധാനിക്ക് വാര്യരെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മാഷ് കോൾ കട്ട് ചെയ്തു. മറ്റൊരു നമ്പറിൽ കോൾ ചെയ്തു. മറുവശത്തു നിന്നും പറയുന്ന കാര്യങ്ങൾ കേട്ട് സ്തംഭിച്ചതുപോലെ നിന്നു. എന്താ മാഷേ, എന്താ പ്രശ്നം? അവരെന്താ പറഞ്ഞേ? വനജയുടെ കയ്യിൽ മാഷ് അമർത്തി പിടിച്ചു. ദൈവങ്ങളെ, ഉറക്കെ വിളിച്ചുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് ചേർത്തു. വാര്യരെ പതിയെ വിളിച്ചു. എന്താ വേണു, അവരെ ലൈനിൽ കിട്ടിയോ? എന്തു പറഞ്ഞു? വാര്യരെ, ഞാൻ പറയുന്നത് സമാധാനത്തിൽ കേൾക്കണം. എന്താ നീ പറയ്.
അത് ഇന്നവര് ഇങ്ങോട്ട് വരാനിറങ്ങിയതും 2-3 ഗുണ്ടകൾ വീട്ടിൽ അതിക്രമിച്ച് കയറി ചെക്കനെയും അച്ഛനെയും പൊതുരെ തല്ലി. ചെക്കൻ്റെ വലതുകാലൊടിഞ്ഞു. അവരിപ്പോൾ ഹോസ്പിറ്റലാണ്. വേണു, എന്താടോ ഇത്? കയ്യിലിരുന്ന ഫോൺ ഊർന്ന് താഴേക്ക് വീണു. നെഞ്ചം പൊട്ടിപ്പോകുന്ന വേദന, ഹൃദയത്തിൽ നിന്നും ചോര കിനിഞ്ഞിറങ്ങുന്ന പിടപ്പ്. അവസാന കച്ചിത്തുരുമ്പും നഷ്ടമാകുന്ന നിമിഷത്തിൽ തളർച്ചയോടെ ഉമ്മറപ്പടിയിൽ ആ മനുഷ്യൻ തളർന്നു വീണു. അപ്പാ, അച്ഛാ! നക്ഷത്രയും വേണിയും ഉറക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. അപ്പാ, എന്താ എന്താ അപ്പാ? രണ്ടുപേരും കൂടി അയാളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അരഭിത്തിയിൽ ചാരിയിരുന്ന് പതിവിലും സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന മകളെ നോക്കി. അപ്പ തോറ്റുപോയല്ലോ മോളെ. കുഴഞ്ഞുപോയ നാവിൽ നിന്നും നേർത്ത സ്വരം പുറത്തേക്ക് വന്നു. അച്ഛൻ, ഈ വെള്ളം കുടിക്ക്. വേണി ഒരു ഗ്ലാസ് വെള്ളം ചുണ്ടിലേക്ക് ചേർത്തു. ഒരു നുറുക്ക് കുടിച്ച് തല ചരിച്ചു. ഇറങ്ങുന്നില്ല മക്കളെ. ആ അച്ഛൻ ഒന്ന് വിതുമ്പി. അതിനു വേണ്ടി ഇപ്പം എന്താ സംഭവിച്ചേ? അപ്പൊ കാര്യം പറയ്. നക്ഷത്ര അച്ഛനെ ചേർത്ത് പിടിച്ചു. നിലത്ത് കിടന്ന ഫോൺ വേണി കയ്യിലേക്ക് എടുത്തു. ഡിസ്പ്ലേയിലേക്ക് നോക്കി. പൊട്ടിയ ചില്ലിന് ഇടയിൽ കൂടി തെളിഞ്ഞു കാണുന്ന പേര്. അച്ഛൻ. ഹലോ വാര്യരെ. മാഷിൻ്റെ ഉറക്കെയുള്ള സ്വരം. എന്താ അച്ഛാ, എന്താ പ്രശ്നം? വേണി ചോദിച്ചു. എല്ലാം പറയുമ്പോൾ അവൾ പല്ല് കടിച്ചു പിടിച്ചു. മോള് ഫോൺ വാര്യരുടെ കയ്യിൽ കൊടുത്തേ. വേണി ഫോൺ വാര്യർക്ക് മുന്നിലേക്ക് നീട്ടി. വേണു, ഇത് ചെയ്തത് ജഗനാണെന്ന് ഉറപ്പുണ്ടോ? അയാളുടെ കടുത്ത സ്വരം. ഹാ, അവൻ തന്നെയാ. ആ ചെക്കൻ്റെ കാല് തിരികെ ഒടിക്കുന്നതിന് മുൻപ് പറഞ്ഞു അത്രേ, ജഗൻ പുതുമണവാളിന് നൽകുന്ന സമ്മാനമാണെന്ന്. അപ്പോൾ അവൻ നാട്ടിലില്ലേലും അവൻ്റെ കണ്ണ് എൻ്റെ കുഞ്ഞിന് പിന്നാലെയുണ്ട്. രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും അടയുവാണല്ലോ വേണു. താൻ തളരാതെടോ. നമ്മുടെ നക്ഷത്രയ്ക്ക് ഈ ബന്ധം ചേരില്ല. അവൾക്ക് വേണ്ടി ദൈവം കണ്ടുവെച്ച ആൾ വരും. വരും, എനിക്കുറപ്പില്ല. പക്ഷേ ഒന്നുണ്ട്. ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ച് അരികിലിരിക്കുന്ന മകളെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. ആ പേ പിടിച്ചവൻ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ നേർക്ക് അടുക്ക് മുന്നേ ഞങ്ങൾ രണ്ടും അങ്ങ് തീരും. ഉറപ്പോടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ വേദനയുടെ സ്വരം. വാര്യരെ. ഒന്നും പറയാൻ കഴിയാതെ മാഷ് നിന്നു. ഫോൺ കട്ടായി. നക്ഷത്ര ചിരിച്ചു. ആ നെഞ്ചിൽ പതിയെ തഴുകി. അപ്പാ, എല്ലാം ശരിയാകും. അവൻ്റെ ചിരിച്ച മുഖം കൺമുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഹൃദയത്തിലും ശരീരത്തിലും ഒരു തണുപ്പ് പടർന്ന അനുഭൂതിയോടെ പറഞ്ഞു. ശരിയാകും, ശരിയാകണം. തളർന്നുപോയ ശരീരവുമായി തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. വേണി, എത്രയും പെട്ടെന്ന് ആ ചേട്ടനോട് വരാൻ പറ. അച്ഛൻ്റെ മനസ്സും ശരീരവും തളർന്നിരിക്കുക. അത് നേരെയാവണമെങ്കിൽ നീ സുരക്ഷിതമായ കയ്യിൽ എത്തിപ്പെടും എന്ന് ഉറപ്പ് കൊടുക്കണം. അതിന് ആ ചേട്ടൻ അച്ഛന് മുന്നിലേക്ക് വരണം. ശരി, ഞാൻ പോവാ. അച്ഛനെ നോക്കിക്കോ. വേണി പടിപ്പുര ലക്ഷ്യമാക്കി നടന്നു. ആ ചെക്കൻ ഇത്രയ്ക്കും തരം താഴ്ന്നു പോയല്ലോ മാഷേ. ഒന്നുമില്ലേലും ഭാര്യയുടെ അനുജത്തിയല്ലേ? വനജ ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞു. അവന് ഭ്രാന്ത, ചങ്ങലക്കിടണം. നേത്ര ചേച്ചിക്ക് തൻ്റെയുടെ ഇല്ലാതെ പോയി. വേണി ഉറഞ്ഞു തുള്ളി. എൻ്റെ മോളെ, അവൻ്റെ ലക്ഷ്യം നക്ഷത്ര മാത്രമല്ല. പിന്നെന്താ? അവൾ സംശയത്തോടെ അച്ഛന് അരികിലായിരുന്നു. നക്ഷത്രയുടെ പേരിലുള്ള ആ ഇല്ലവും പുരയിടവും അതിന് ലക്ഷങ്ങളുടെ വിലമതിപ്പുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ പേരിലുള്ള കുറച്ച് ഡെപ്പോസിറ്റും. ഇനിയിപ്പോൾ മോളെ രക്ഷിക്കാൻ എന്താ മാഷേ ഒരു മാർഗം? വരുന്ന ചെക്കന്മാരെല്ലാം അവനും ഗുണ്ടകളും ചേർന്ന് ഉപദ്രവിച്ചാൽ പിന്നെ? വനജ പകുതിയിൽ നിർത്തി. സെറ്റിയിൽ ചാരി കിടക്കുന്ന മാഷിനെ നോക്കി. നമുക്ക് ഒരു മോനുണ്ടായിരുന്നേൽ എന്ത് വില കൊടുത്തും നക്ഷത്രയെ മരുമകളായി ഞാൻ കൊണ്ടുവരുമായിരുന്നു. ഇതിപ്പോൾ ഒന്നും വയ്യാത്ത അവസ്ഥയിലായി. എൻ്റെ അച്ഛാ, അവൾക്ക് വേണ്ടിയുള്ള ആളെ ആ കള്ളക്കണ്ണൻ തന്നെ കൊണ്ടുവന്ന് ദേ വേണുമാഷിൻ്റെയും വാര്യരച്ചൻ്റെയും മുന്നിൽ നിർത്തും. ഇത് ഉറപ്പ്. ചിരിയോടെ പറഞ്ഞ് വേണി റൂമിലേക്ക് നടന്നു. ക്ഷേത്രത്തിൽ പൂജയും കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുന്നേ വാര്യർ ഒന്ന് തിരിഞ്ഞു നോക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൈവിട്ട് കളഞ്ഞു അല്ലേ? ഇനി നിന്നെ കാണാൻ ഞാൻ വരില്ല. അറിയാതെ പറഞ്ഞു പോയി. ശിലാരൂപമാണെങ്കിൽ പോലും അതിനുള്ളിലെ ഹൃദയവും ഒന്ന് പിടച്ചു. കണ്ണൻ്റെ കണ്ണുകൾ അടഞ്ഞുവോ? അയാൾ നട അടച്ചു പുറത്തേക്ക് നടന്നു. നക്ഷത്ര, അപ്പ വന്നിട്ട് എവിടെ? സെറ്റിയിലിരുന്ന് ലച്ചുമോളോട് സംസാരിക്കുന്ന
നക്ഷത്രയെ നോക്കി നേത്ര ചോദിച്ചു. അപ്പ കിടക്കുക. അതെന്താ നേരത്തെ കിടന്നത്? ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, അത്താഴവും വേണ്ടേ? നേത്ര ചിരിയോടെ ചോദിക്കുമ്പോൾ നക്ഷത്ര മൗനമായി. ഓ, കല്യാണച്ചക്കൻ നിന്റെ സ്വഭാവ ഗുണം അറിഞ്ഞ് ഓടിപ്പോയതിൻ്റെ വിഷമത്തിലായിരിക്കും അപ്പായ്ക്കും പൊന്നുമോൾക്കും വിശപ്പും ദാഹവും ഒന്നുമില്ലാത്തത്. നേത്ര പതിവിലും ഉറക്കെയുള്ള വാര്യരുടെ സ്വരം. നക്ഷത്രയും നേത്രയും ഒന്ന് ഞെട്ടി. ലച്ചുമോള് പേടിയോടെ അപ്പാപ്പനെ നോക്കി. ലച്ചൂട്ടി ചോറ് കഴിച്ചോ? കുഞ്ഞ് പതിയെ മോളി. എന്നാൽ എൻ്റെ പൊന്നുമോള് പോയി കിടന്നു. കുഞ്ഞ് പതിയെ മുന്നിലേക്ക് നടന്നു. ലച്ചൂട്ടി ഇടർച്ചയോടെ വിളിച്ചു. കുഞ്ഞിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. നന്നായി പഠിക്കണം, നല്ല മോളായി വളരണം കേട്ടോ. കുഞ്ഞിൻ്റെ തലമുടിയിൽ പതിയെ തഴുകി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. പോയി കിടന്നു. ലച്ചു ചിരിയോടെ വാര്യരുടെ മുഖത്തേക്ക് നോക്കി. അപ്പാപ്പന് വേണ്ടേ? ചിരിയോടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുണ്ടുകൾ വാര്യരുടെ കവളിൽ ചേർന്നു. അയാൾ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. കുഞ്ഞ് അകത്തേക്ക് നടന്നു. വാര്യര് നേത്രയുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. നീ തൊടുത്തുവിട്ട വാക്കുകൾ ഒരു നാൾ വാളുപോലെ നിന്റെ നേർക്ക് വരും. എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചതിന് അന്ന് നീ കരയും. അപ്പാ, നേത്ര ഉറക്കെ വിളിച്ചു. ശപിച്ചതല്ല, അതിന് എനിക്ക് കഴിയില്ല. നേത്രയും നക്ഷത്രയും എൻ്റെ രണ്ട് കണ്ണുകൾ തന്നെയാണ് അന്നും ഇന്നും. പക്ഷേ എൻ്റെ മോൾക്ക് അത് ഇതേവരെ മനസ്സിലായിട്ടില്ല. അയാൾ നേത്രയ്ക്ക് അരികിലായി നിന്നു. തലമുടിയിൽ പതിയെ തഴുകി. എൻ്റെ കുട്ടി ഇപ്പോൾ ഒരു മായാലോകത്താ. അതിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന നിമിഷം എല്ലാം കൈവിട്ട് പോയിരിക്കും. സൂക്ഷിക്കണം. അപ്പം ഞാൻ? അവൾ ഒന്ന് വിക്കി. സാരല്ല, പോട്ടെ. പതിയെ അവളുടെ കവളിൽ ഒന്ന് തട്ടി. പെട്ടെന്ന് വീടിന് മുന്നിൽ ഒരു ലോറി വന്ന് നിൽക്കുന്ന ശബ്ദം. നക്ഷത്ര പേടിയോടെ വാര്യരുടെ മുഖത്തേക്ക് നോക്കി. ജഗേട്ടനാവും. നീ ഇത് എന്തു നോക്കി നിൽക്കുവാ? കയറി പോടി. നേത്രയുടെ ഭാവം നിമിഷ നേരം കൊണ്ട് മാറി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വരരുതെന്ന്. അപ്പയും മോളും കേൾക്കില്ലല്ലോ. എൻ്റെ ജീവിതം തകർക്കാനായി ഓരോന്ന് ചെയ്തു വെക്കും. ദേഷ്യത്തോടെ അവൾ പിറുപിറുത്തു. നക്ഷത്ര ധൃതിയിൽ നടന്ന് വാര്യരുടെ റൂമിലേക്ക് കയറി. ജഗൻ നിറഞ്ഞ ചിരിയോടെ സ്റ്റെപ്പുകൾ ഓടിക്കയറി. കണ്ണുകൾ ആർക്കു വേണ്ടിയോ ഒന്ന് പരതി. ജഗേട്ടൻ ഇതാരെയാ നോക്കുന്നേ? പെട്ടെന്ന് നേത്രയുടെ സ്വരം. അവൻ ചിരിച്ചു. നല്ല മണം. ഇവിടെ അതിഥികൾ ആരെങ്കിലും ഉണ്ടോ നേത്ര? വല്ലാത്ത ഭാവത്തിൽ ചോദിക്കുന്നവനെ കാണുമ്പോൾ അവളുടെ മുഖം ഇരുണ്ടു. ഇവിടെ ആരുമില്ല. പോയി കുളിച്ചിട്ട് വാ, എന്തെങ്കിലും കഴിച്ചു കിടക്കാം. എൻ്റെ ജഗേട്ടൻ ഒരുപാട് ക്ഷീണിച്ചു. അവനിലേക്ക് ചേർന്ന് നിന്ന് പറയുമ്പോൾ ജഗന്റെ കണ്ണുകൾ സെറ്റിയിലിരിക്കുന്ന വാര്യരുടെ വലിഞ്ഞു മുറുകിയ മുഖത്തുടക്കി. ഹോ, അമ്മായി അച്ഛൻ ഇന്ന് ക്ഷേത്രത്തിൽ പോയില്ലേ? ഞാൻ കരുതി ഇവിടെ ഉണ്ടാവില്ലാന്ന്. ഒരു താളത്തിൽ പറഞ്ഞ് അയാൾക്ക് അരികിലേക്ക് നടന്നു. എങ്ങനെ ഉണ്ട്? സന്തോഷമായില്ലേ? ഒന്ന് കുനിഞ്ഞ് വാര്യരുടെ മുഖത്തേക്ക് നോക്കി പുച്ഛച്ചിരിയോടെ ചോദിച്ചു. അപ്പം നീയാണ് എല്ലാത്തിനും പിന്നിൽ. എന്തിനാടാ മഹാപാവി? ആ അച്ഛൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന ചോദ്യം. ചാടി എഴുന്നേറ്റ് ജഗന്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിക്കരുത്. സമ്മതിക്കില്ല ഞാൻ. താഴ്മയോടെ കേണു. അവസാനം ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞു. കൈയെടുക്കടാ കിഴവ. കോളറിൽ മുറുകിയ കയ്യെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് വാര്യരുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. ജഗേട്ടാ, വാ പോകാം. അപ്പ രാവിലെ മുതൽ ഇങ്ങനെ കാരണമില്ലാതെ ദേഷ്യപ്പെടുക. കാര്യമാക്കണ്ട. അവൾ ജഗന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. മാറിപ്പോടി. നേത്രയെ പിടിച്ച് പിന്നിലേക്ക് തള്ളി വാര്യരുടെ നേർക്ക് പാഞ്ഞടുത്തു. തൻ്റെ സംശയം ശരിയാ. കല്യാണാലോചന മുടക്കിയത് ഞാനാ. എനിക്ക് ആ പൂച്ചക്കുട്ടിയെ വേണം. വല്ലാതെ മോഹിച്ചു പോയി. അവൻ്റെ കണ്ണിലെ ഭാവം. ആ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നേത്ര അന്താളിപ്പോടെ ചുവരിൽ ചാരി നിന്നു. അവൾ എവിടെ? എനിക്കൊന്ന് കാണണം. എത്ര നാളായി കണ്ടിട്ട്. ജഗൻ തിരിഞ്ഞ് റൂമിൽ ലക്ഷ്യമാക്കി നടന്നു. വാര്യര് തടസ്സമായി മുന്നിൽ കയറി നിന്നു. പറ്റില്ല. എൻ്റെ കുഞ്ഞിൻ്റെ നേർക്ക് നിന്റെ ദൃഷ്ടി പതിയാൻ എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല. അച്ഛൻ്റെ കടുത്ത സ്വരം. ഓ, അങ്ങനെ. അവൻ്റെ ചുണ്ടിലെ ഗൂഢമായ ചിരി. വാര്യരുടെ മുഖം ചുളിഞ്ഞു. എന്നാൽ തനിക്ക് ജീവൻ വേണ്ട. ദേഷ്യത്തോടെ വാര്യരുടെ നേർക്ക് ജഗന്റെ കരുത്തുറ്റ കൈകൾ ഉയർന്നു താഴ്ന്നു. അച്ഛൻ്റെ ഉറക്കെയുള്ള വിളി. അപ്പാ. കരച്ചിലോടെ അവൾ പുറത്തേക്ക് ഓടിയിറങ്ങി.
അവൻ്റെ കണ്ണുകൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചലിച്ചു. ഹാ വന്നല്ലോ. അപ്പായ്ക്ക് വേദനിച്ചപ്പോ മോള് മാളം വിട്ട് പുറത്ത് ചാടിയോ? ദേഷ്യത്തോടെ നിലത്ത് തളർച്ചയോടെ കിടക്കുന്ന വാര്യരെ ചവിട്ടി തൊഴിച്ചു. എടോ, ഇനി എൻ്റെ അപ്പയെ തൊട്ടാൽ കൊല്ലു നിന്നെ ഞാൻ. പിന്നിൽ മറച്ചു പിടിച്ച വാക്കത്തിയിൽ അവൾ അമർത്തി പിടിച്ചു. ഹാ, എന്നാൽ അതെനിക്കൊന്ന് കാണണം. അവൻ പുച്ഛച്ചിരിയോടെ നക്ഷത്രയ്ക്ക് നേരെ നടന്നു. മോളെ, തളർച്ചയോടെയുള്ള അച്ഛൻ്റെ സ്വരം. നിലത്ത് നിന്നും പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണു പോകുന്ന അപ്പയെ കാണുമ്പോൾ അവളുടെ കണ്ണിൽ കോപം കത്തി ജ്വലിച്ചു. അടുത്തേക്ക് വരുന്നവനെ രൂക്ഷമായി നോക്കി. ജഗേട്ട വേണ്ട. നേത്ര ഓടി വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. നിങ്ങളെ ചേച്ചിയെന്ന് വിളിക്കാനേ പാടില്ല. ആ മനുഷ്യനെ ഈ വിധത്തിൽ കൊല്ലാതെ കൊന്നപ്പോൾ നീ എവിടെയായിരുന്നു? കണ്ടു നിന്നു. അതുപോലെ ഇതും കണ്ടു നിൽക്ക്. ഉച്ചത്തിൽ നക്ഷത്രയുടെ സ്വരം ഉയർന്നു. ജഗൻ ചിരിച്ചു. ഹാ, അപ്പോ എതിർപ്പില്ല അല്ലേ? എന്നാ വാ, നമുക്ക് പോകാം. നക്ഷത്രയുടെ തോളിൽ അവൻ്റെ കൈ പതിയെ മുന്നേ വലത് കൈയിലിരുന്ന വാക്കത്തി അവൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. നെറ്റിത്തടത്തിൽ ശക്തിയിൽ പതിച്ചു. വേദനയോടെ ജഗന്റെ ഉച്ചത്തിലുള്ള നിലവിളി ഉയർന്നു. വീണ്ടും ഉയർത്തിയ വാക്കത്തിയിൽ അവൻ അമർത്തി പിടിച്ചു. വീറും വാശിയും വന്നല്ലോ. നീ ആള് മിടിക്കുക. നെറ്റിയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ചോര കൈകൊണ്ട് തുടച്ചു മാറ്റി അവളെ അടിമുടി നോക്കി. എന്നാ വാ, ഞാനെടുക്കാം. ജഗൻ ഒന്ന് കുനിഞ്ഞു. നക്ഷത്ര പിന്നിലേക്ക് മാറി. പെട്ടെന്ന് പുറത്തൊരു പോലീസ് വാൻ വന്ന് നിന്നു. ജഗൻ സംശയത്തോടെ പുറത്തേക്ക് നോക്കി. തന്നെ കൊണ്ടുപോകാൻ വന്നതാ. ഇനിയുള്ള കാലം ജയിലിനകത്ത് നിന്നെ ഞാൻ കിടത്തും. കടുപ്പത്തിൽ നക്ഷത്ര പറയുമ്പോൾ നേത്രയുടെ മുഖം ചുളിഞ്ഞു. നക്ഷത്ര വേണ്ട, എൻ്റെ ലച്ചുമോളുടെ അച്ഛനാ. പെട്ടെന്ന് അവൾ പറഞ്ഞു. മിണ്ടി പോകരുത്. ജന്മം തന്ന അച്ഛനെ തല്ലി ചതച്ചപ്പോൾ അത് നിന്റെ അച്ഛനാണെന്ന് മറന്നുപോയോ? ഇങ്ങനെ ഒരു വൃത്തികെട്ടവൻ അച്ഛനായി ലച്ചുമോൾക്ക് വേണ്ട. കടുപ്പിച്ച് പറയുന്ന നക്ഷത്രയെ കാണുമ്പോൾ വേദനയ്ക്കിടയിലും ആ അച്ഛൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു.